ദേശം മുഴുവനും ആഘോഷത്തിൻ്റെ തിമിർപ്പിലായിരിക്കുമ്പോൾ വേറിട്ട് ദൈവത്തെ ആരാധിപ്പാൻ കർത്താവ് നമുക്ക് നൽകിയ ഭാഗ്യകരമായ പദവിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവ് നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ദൈവസ്ഥലിൽ ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ദൈവസ്ഥലിൽ പ്രാപിപ്പാനൊക്കെയുള്ള അവസരം ദൈവം ഒരുക്കി. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ധ്യാനിപ്പാൻ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 3-ാമത് വചനം. യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല പകൽക്കാലത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ വായിച്ചു കേട്ട ദൈവവചനങ്ങൾക്കായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കും. അങ്ങടിയങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ഒരു മറുപടിയാണ് നമ്മൾ വായിച്ചത്. എൻ്റെ 1-ാം വാക്യവും 2-ാം വാക്യവും കൂടെ വായിക്കാം. പരീക്ഷയുടെ കൂട്ടത്തിൽ നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലായെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു അവനോട്, അവിടെ ഈ ഭാഗം നമുക്ക് വളരെ പരിചയമുള്ള ഭാഗമാണ്. ആമുഖമായിട്ട് അധികം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പള്ളിപ്രമാണികളിൽ ഒരുവനായ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട്, പകല് വന്നാൽ അവനെ പള്ളി ഭ്രഷ്ടനാക്കും. അതുകൊണ്ട് രഹസ്യമായി രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുകയാണ്, കർത്താവ് കൂടെ, ദൈവം കൂടെ ഇല്ലെങ്കിൽ ഈ അത്ഭുതങ്ങളും ചെയ്യാൻ നിനക്ക് കഴിയുകയില്ല. അവനോട്, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ ദൈവത്തിൻ്റെ ഉപദേഷ്ടാവാണ് യേശു എന്ന് നിക്കോദിമോസ് സമ്മതിക്കുന്നു. ദൈവം നിന്റെ കൂടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം. അങ്ങനെ അറിഞ്ഞവരാണ് ഒരു കൂട്ടർ യേശുവിനെ ഉപദ്രവിക്കുവാനും ക്രൂശിക്കുവാനും തയ്യാറായി. ഇത് ലോകം മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഭാഗമായി നിക്കോദീമോസ് പറഞ്ഞുവെന്നേ ഉള്ളൂ. എന്നാൽ അവനോട് യേശു പറയുന്നത്, ഞാൻ ദൈവത്തിന്റെ ഉപദേഷ്ടാവായി വന്നതുകൊണ്ട് നിനക്കെന്ത് കാര്യം, നിനക്കെന്ത് പ്രയോജനം? ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് നിനക്കെന്താ പ്രയോജനം? പക്ഷെ നീ ദൈവത്തിന്റെ ഉപദേഷ്ടാവായി മാറണം. നിന്നോടുകൂടെ ദൈവം ഇരിക്കണം. അതിന് നീ ഒരു കാര്യം ചെയ്യണം. എന്താ? വീണ്ടും ജനിക്കണം. വീണ്ടും ജനനം പ്രാപിച്ചാൽ എന്നോട് കൂടെ ഇരിക്കുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കും. നീ ആലയത്തിൽ ഉപദേഷ്ടാവാണ്, പക്ഷേ നിന്റെ ഉപദേശം സ്വർഗം അംഗീകരിക്കണമെങ്കിൽ നീ വീണ്ടും ജനിക്കണം. അതിനവൻ ചോദിക്കുന്ന മറുപടി, ഞാൻ ജനിച്ചു കഴിഞ്ഞില്ലേ, ഇനിയും ഒന്നേന്ന് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് എനിക്ക് ജനിക്കാൻ കഴിയുമോ? അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ്, വെള്ളത്താലും ആത്മാവിനാലും നീ ജനിക്കണം. നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചതുപോലെ മറ്റൊരു ജനനം നടക്കണം. യേശു കർത്താവ് ഈ ലോകത്തിൽ 33.5 വർഷക്കാലം ജീവിച്ചു. യേശു മരിച്ച് അടക്കപ്പെട്ട പിതാവായ ദൈവം യേശുവിനെ ഉയർപ്പിച്ചു. അപ്പൊ വീണ്ടും കർത്താവ് ജീവിക്കുന്നതിന് മുമ്പ് ഒരു മരണം നടന്നു, ഒരു അടക്കം നടന്നു, എങ്കിലേ ഒരു ഉയർപ്പുള്ളൂ. ഈ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണമെങ്കിൽ ഈ ജഡശരീരം മരിക്കണം. ഇന്നലെ രാത്രി കർത്താവിന്റെ അഭിഷക്തൻ
വളരെ ആധികാരികമായി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. എങ്ങനെ ഒരു മനുഷ്യൻ അതെ മരിക്കണം, ജീവിക്കണം, തന്നെ പഞ്ചേന്ദ്രിയങ്ങളെ മരിപ്പിക്കാൻ കഴിയാത്ത ഒരുവനും ക്രിസ്തുവിനോടുകൂടെ ജീവിക്കാൻ കഴിയുകയില്ല എന്ന് വചനത്തിന്റെ വ്യവസ്ഥയിൽ അദ്ദേഹം വ്യക്തമായി വിവരിച്ചു. ഇന്ന് പകൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, കർത്താവിന്റെ ശിഷ്യന്മാര് പോയി ശുശ്രൂഷ ചെയ്ത് മടങ്ങി വരുമ്പോൾ ചിലർ പറഞ്ഞു, പിശാച് ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നൊക്കെ പറഞ്ഞ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ കുറിച്ച് റിസൾട്ട് പറയുമ്പോൾ കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അപ്പൊ യേശുവിനെ അറിയാത്തവരായി നമ്മൾ ജീവിച്ചിട്ട് അത്ഭുതങ്ങൾ നടക്കുന്നത് എങ്ങനെ? യേശുവിന്റെ നാമം ആര് പറഞ്ഞാലും അത്ഭുതം നടക്കും. അത് പാസ്റ്റർ എന്നോ ബൈബിൾ കോളേജിൽ പഠിച്ച ഡിഗ്രി ഉണ്ടെന്നോ ഒരു 10-30 വർഷം പാരമ്പര്യമുണ്ടെന്ന് പറഞ്ഞ കാര്യമില്ല. ഇന്ന് പകൽ യേശുവിനെ വിശ്വസിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞ് യേശുവിന്റെ നാമം പറഞ്ഞാലും അവിടെ വിടുതൽ നടക്കും. പക്ഷെ വിടുതൽ പ്രാപിക്കേണ്ട വ്യക്തി ആ യേശുവിൽ വിശ്വാസമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ഇന്നലെ ദൈവദാസ ഒരു അനുഭവം പറഞ്ഞു. രാത്രിയിൽ ഒരു സഭായോഗം കഴിഞ്ഞപ്പോൾ ഒരു ആന്റി ആലയത്തിനകത്ത് ഉച്ച വെച്ച് സംസാരിച്ചു. ഞാൻ രോഗിയായി കിടന്നപ്പോൾ എന്നെ വന്ന് കണ്ടില്ല. അദ്ദേഹം പറഞ്ഞെന്ന്, എന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അദ്ദേഹം വളരെ വ്യക്തമായി അതിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ രോഗിയാണെങ്കിൽ പാസ്റ്റർ അന്വേഷിച്ച് കണ്ടെത്താനുള്ളതല്ല പറഞ്ഞത്. പിന്നെയോ യാക്കോബ് 5:14 പറയുന്നു, ഒരുവൻ രോഗിയാൽ കിടക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തണം. നിങ്ങൾ ദൈവദാസനെ വിളിച്ച് വരുത്തണമായിരുന്നു, നിങ്ങൾ വിളിച്ചില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടില്ല. പിന്നെ ഇവിടെ കിടന്ന് ബഹളം വച്ചിട്ട് ഒരു കാര്യവും. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോ ഒരു വീണ്ടും ജനനം ആവശ്യമാണ് എന്ന് വചനം പഠിപ്പിക്കുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്തൃമേശ എടുത്ത് സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്ന ഞാൻ ഇനി വീണ്ടും ജനിക്കണമെന്നുള്ള നല്ല ചിന്ത. എവിടെയൊക്കെയോ നീ ദൈവത്തിന്റെ സന്നിധിയിൽ അകന്നു പോയോ, ഒരു അനുതാപവും മാനസാന്തരവും മടങ്ങി വരവും ആവശ്യമാണ്. കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ഓരോ ദിവസവും ദൈവസന്നിധിയിൽ അനുദപിക്കുവാനും കരയുവാനും ആ കർത്താവിന്റെ എന്നോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് വരുത്തുവാനും നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നീ വീണ്ടും ജനിച്ചവരുടെ പട്ടികയിലില്ല. എവിടെയോ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന ഉറപ്പ് ഓരോ സെക്കൻഡിലും വീണ്ടും ജനിച്ച ഒരു ദൈവപൈതൽ ഉറപ്പാക്കണം. എന്റെ യാത്രയിൽ കർത്താവ് കൂടെ ഉണ്ടോ? ആ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ഈ യാത്ര സഫലമായി തീരും. റോമാലേഖനം 6-ാം അധ്യായം 4-ാമത് വാക്യം ഒന്ന് വായിക്കാം. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. സ്നാനത്താൽ സംഭവിക്കുന്നത് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന സ്നാനത്താൽ ക്രിസ്തുവിനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ ക്രിസ്തു മരിച്ചിട്ട് തന്റെ ജഡശരീരം മരിച്ച് ഈ ഭൂമിയിൽ അടക്കപ്പെട്ട് പിതാവിന്റെ മഹത്വത്തിനായി ഉയർത്തെഴുന്നേറ്റതുപോലെ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയും. പിന്നെ നീ മരിച്ച അവസ്ഥയിലല്ല, ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവ പൈതൽ മരണത്തിന്റെ അവസ്ഥയിലല്ല നടക്കേണ്ടത്, ജീവന്റെ പുതുക്കത്തിൽ. ഞാൻ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞു, പഴയ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞു,
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തു കഴിഞ്ഞു. പിന്നെ ഞാൻ നടക്കേണ്ടുന്നത് പഴയ നിർജീവാവസ്ഥയിലല്ല, മരിച്ച അവസ്ഥയിലല്ല. പിന്നെയോ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. നമുക്ക് ജീവന്റെ പുതുക്കത്തിൽ നടക്കാൻ കഴിയുന്നുണ്ടോ? നിത്യജീവന്റെ ഓഹരിക്കാരായി തീർന്ന നാം എവിടെയോ നാറ്റമടിക്കുന്ന അനുഭവത്തിലാണ് നടക്കുന്നത്. ഇന്ന് പകൽ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നു എന്ന പ്രാഗൽഭ്യം ഒരു ദൈവപൈതലുണ്ടെങ്കിൽ, ഞാൻ പുതുജീവൻ പ്രാപിച്ചിരിക്കുന്നു എന്ന പ്രാഗൽഭ്യമുണ്ടെങ്കിൽ, ഒരു മനുഷ്യന്റെ മുമ്പിലും തലകുനിയാൻ എന്റെ അപ്പൻ അനുവദിക്കയില്ല. പ്രയാസങ്ങൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം, പ്രതിസന്ധികൾ ഉണ്ടാകാം, നിന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാം. നീ ആ പരിഹാസത്തിലേക്ക്, നിന്നയിലേക്ക് നോക്കാതെ എന്റെ കർത്താവിലേക്ക് നോക്കുവാൻ ആര് തയ്യാറാകുന്നു? ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ വചനം 2 കൊരിന്ത്യർ ലേഖനം 5:17 വായിക്കുമ്പോൾ പരിചയമുള്ള വേദഭാഗമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. സൃഷ്ടിപ്പ് നടക്കണമെങ്കിൽ ഒന്നാമത്തെ ഭാഗം നീ ക്രിസ്തുവിലാകണം. നീ ക്രിസ്തുവിലായി തീരാതെ മരിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ക്രിസ്തുവിലായി തീരണമെങ്കിൽ എന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം. കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതുക്കം വേണമോ? നീ ഒന്നാമത് ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായിത്തീർന്ന ഒരു മനുഷ്യനാണ് ക്രിസ്തുവിനോടുകൂടെ മരിക്കാൻ കഴിയുന്നത്, ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടാൻ കഴിയുന്നത്, ക്രിസ്തുവിനോടുകൂടെ ഉയർക്കാൻ കഴിയുന്നു. ചില വർഷങ്ങൾക്ക് പുറകില് ഒരു കുടുംബം ഈ ആരാധനയ്ക്കായിട്ട് വന്നു. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അവിടെ 2 യൗവനക്കാര് കുഞ്ഞുങ്ങള് ഇങ്ങനെ ജന്നി പോലെ വന്ന് നിലത്ത് വീഴുകയും വായിൽ കൂടെ നിറയും പതയൊക്കെ വരികയും ചെയ്യുന്ന അനുഭവം ഉണ്ടായി. പ്രാർത്ഥിച്ച ദൈവം വിടുവിച്ചു. നമ്മൾ ഇന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടണം. സ്നാനമെന്ന് കേട്ടപ്പോ ഈ ആടിനെ വെള്ളം കുടിക്കാനായിട്ട് ഇങ്ങോട്ട് പിടിക്കുമ്പോ പുറകോട്ട് വലിക്കുന്നത് പോലെ ആ കുടുംബം വിട്ടുപോയി. അവർക്ക് വിടുതൽ മാത്രം മതി. പക്ഷെ സ്വർഗരാജ്യത്തിൽ പോകേണ്ട. ഈ ദൈവരാജ്യത്തിലെത്തുവാൻ നിന്നെ എത്തിക്കുന്നത് ആരാ? ഒരു പാസ്റ്റർക്കും ഒരു വിശ്വാസിക്കും ഭർത്താവിനോ ഭാര്യയ്ക്കോ നിന്നെ എത്തിക്കാൻ കഴിയില്ല. യേശു നിക്കോദീമോസിനോട് പറഞ്ഞു. നിക്കോദീമോസ് യേശുവോട് പറയുന്ന സാക്ഷ്യമാണത്. നീ ദൈവത്തിന്റെ ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു. നിന്നോടുകൂടെ കർത്താവ്, ആ കർത്താവ് നിന്നോട് കൂടെ ഉണ്ടെന്ന ഉറപ്പ്, നിന്നോട് കൂടെ നടക്കുന്ന കർത്താവ് നിന്നെ നിത്യത വരെ എത്തിക്കുവാൻ വിശ്വസ്തനാണ്. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു യാത്രയ്ക്കായി പോകുമ്പോൾ പേഴ്സ് എടുത്താന്ന് നോക്കും. ഇപ്പോഴാണെങ്കിൽ മൊബൈൽ എടുത്താന്ന് നോക്കും, അല്ലേ? ആരാധന പോകുമ്പോൾ ബൈബിൾ എടുത്താന്ന് നോക്കും. അതൊക്കെ നോക്കുന്ന പതിവ് ഉണ്ട്. പക്ഷെ ഏതെങ്കിലും എടുക്കാൻ മറന്നുപോയാലോ? ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്തിട്ട് പേഴ്സ് നോക്കുമ്പോൾ പേഴ്സ് വീട്ടിലാണെങ്കിലോ? 2 ദിവസം തൊട്ട് അടുത്ത കടയിൽ ഒരു സാധനം വാങ്ങി വെച്ചിട്ട് നോക്കുമ്പോൾ കയ്യിൽ കാശില്ല, പേഴ്സ് വീട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ വന്നോ, എടുത്തോളാം, ഇതിവിടെ ഇരിക്കേണ്ടതുണ്ട്. അപ്പൊ ആ കടക്കാരൻ പറഞ്ഞില്ല, വസ്തു കൊണ്ടുപോയിക്കോ, പിന്നെ വരമ്പ കൊണ്ട് തന്നാ മതി. ഞാൻ പറഞ്ഞത്, ഞാൻ മറന്നുപോയത് കൊണ്ട് ഞാൻ ലജ്ജിക്കേണ്ടി വന്നു. ഒരു യാത്ര പോകുമ്പോൾ യേശു ഒപ്പം കൂടെ ഉണ്ടെന്ന് എത്ര പേർ ശ്രദ്ധിക്കാറുണ്ട്? കർത്താവിന്റെ കൂടെ ഉണ്ടോ എന്റെ യാത്രയിൽ? കർത്താവിന്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും അനുഭവിക്കുവാൻ നീ യേശുവിലാകണം. യേശു കർത്താവിനോട് ചേർന്ന് നടക്കണം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത് വാക്യം വായിക്കുമ്പോൾ,
1 പത്രോസ് ലേഖനം 1:5. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന വസ്തുക്കൾക്ക് വേണ്ടിയല്ല, നിലനിൽക്കുന്ന ഈ ലോകത്തുള്ള മുഴുവനും ക്ഷയിച്ചു പോകുന്നതാണ്, ദ്രവിച്ചു പോകുന്നതാണ്, വാടിപ്പോകുന്നതാണ്, മാലിന്യം വരുത്തുന്നതാണ്, മലിനമാകുന്നതാണ്. പക്ഷേ വീണ്ടും ജനിച്ചിരിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഒരു നന്മയും വാടിപ്പോകാൻ അനുവദിക്കയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന വൃക്ഷം പോലെ നിന്റെ ഇല വാടുവാൻ എന്റെ അപ്പൻ അനുവദിക്കയില്ല. പരിശുദ്ധാത്മാവാകുന്ന നദീ തീരത്താണോ നിന്റെ വേരുകൾ ഉറച്ചിരിക്കുന്നത്? ഈ ലോകത്തിന്റെ ചൂട് കൊണ്ടോ ലോകത്തിന്റെ സാഹചര്യം കൊണ്ടോ നിന്റെ ഇല വാടുവാൻ എന്റെ ദൈവം അനുവദിക്കയില്ല. നിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കയില്ല. നിന്റെ തല കുനിയിപ്പിക്കാൻ ലോകം നോക്കുമ്പോ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇത്താൽ എന്ന് പറയുന്ന പരാക്രമശാലിയായ ഒരു മനുഷ്യൻ യുദ്ധത്തിന് പോകുമ്പോൾ തന്റെ കുടുംബത്തിന്റെ വന്ന ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് തന്റെ സഹോദരങ്ങളെല്ലാം തന്നെ അകറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഒരു യുദ്ധം വന്നപ്പോ ഇവരെല്ലാം ചെന്ന് യുദ്ധാവിനോട് പറഞ്ഞു, നീ വന്ന് ഞങ്ങൾക്ക് നേതാവായിരിക്കണം, ഈ യുദ്ധം ജയിക്കണം. അപ്പൊ യുദ്ധം ജയിക്കേണ്ടുന്നത് തന്റെ നിലനിൽപ്പിന്റെയും കൂടെ ഒരു കാര്യമാണ്. ഒരു കഠിന തീരുമാനമെടുത്തു, ഞാൻ യുദ്ധം ജയിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ ആദ്യമായി എതിരേൽക്കുന്നതിനെ ഞാൻ നിനക്കായി ഹോമയാഗം കഴിക്കുമെന്ന്. ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊന്നും ആരും എടുത്തു കളയരുതേ. തീരുമാനമെടുക്കുന്നത് നല്ലതാണ്. ഇന്നലെ രാത്രി ദൈവദാസൻ ചോദിച്ചു, നിന്റെ കണ്ണുമായി നിനക്കൊരു നിയമം ചെയ്യാൻ കഴിയുമോ എന്ന്, നിന്റെ നാവുമായി നിനക്കൊരു നിയമം ചെയ്യാൻ കഴിയുമോ എന്ന്. എത്ര പേര് ആ തീരുമാനം എടുത്തു? അത് നല്ല തീരുമാനം. ആ തീരുമാനത്തിൽ നിലനിന്നാൽ പിശാചിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. ഇത്താഴത്തെ തീരുമാനം സ്വർഗം അംഗീകരിച്ചു. വിജയിച്ച് സന്തോഷത്തോടെ മടങ്ങി വരുമ്പോൾ തന്റെ ഏകജാതയായ മകൾ, വേറെ മകനുമില്ല മകളുമില്ല, ഒരൊറ്റ മകളെ ഉള്ളൂ, തപ്പും കിന്നരവുമായി അപ്പനെ സന്തോഷത്തോടെ വിജയിച്ചു വരുന്ന അപ്പനെ എതിരേൽക്കാൻ വരുമ്പോൾ അപ്പൻ പറയുന്ന ഒരു മറുപടി, മകളെ നീ എന്റെ തലയെ കുനിയിച്ചുവല്ലോ. മകളുടെ കുഴപ്പമാണോ? അല്ല, അപ്പനെടുത്ത തീരുമാനത്തിന്റെ കുറവാണ്. നമ്മുടെ പലപ്പോഴും പല തെറ്റായ തീരുമാനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭാരമായി തീരാറുണ്ട്, കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്താറുണ്ട്. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കും ദൈവ പൈതലെ, യേശു അപ്പൻ കൂടെ നടക്കുന്ന ഒരു അനുഭവം, അതാണ് ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും ശ്രേഷ്ഠം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ഉലകത്തിൽ ആരുമില്ലെങ്കിലും, ചിലർ പറയാറുണ്ട് എനിക്ക് ആരുമില്ല, കർത്താവേ ഉള്ളൂ. കർത്താവ് ഉണ്ടെങ്കിൽ ബാക്കി എല്ലാം ഉണ്ട്. ആ യേശു കൂടെ ഉണ്ടെന്നുള്ള കാര്യമാണ് ഉറപ്പാക്കേണ്ടുന്നത്. അതാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ സന്തോഷം. തിക്തമായ അനുഭവത്തിന്റെ പുറത്താണ് നിന്നാലും അതിന്റെ മുകളിൽ സന്തോഷിപ്പാൻ കഴിയുന്നത് ക്രിസ്തുവിനുള്ള സന്തോഷമാണ്. ലോകത്തുള്ളതെല്ലാം ചപ്പും ചവറുമെന്നെണ്ണുക. വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവവേദന്റെ ഒരു നന്മയ്ക്കും വാട്ടം വരുത്തുവാൻ, ക്ഷയം വരുത്തുവാൻ എന്റെ അപ്പൻ അനുവദിക്കയില്ല. എവിടെയൊക്കെ എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയോ, 2025 അവസാനിക്കും മുമ്പേ നഷ്ടപ്പെട്ട ചിലതിനെ തിരികെ തരുവാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 1:23 വാക്യം വായിക്കാം. കിടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും
നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിലനിൽക്കുന്ന ദൈവവചനത്താലാണ് ഞാൻ വീണ്ടും ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കയില്ല. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 18-ാമത് വചനം വായിക്കുമ്പോൾ, നാം അവന്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യ ഫലമാകേണ്ടത്, ദൈവത്തിന്റെ സൃഷ്ടിയിൽ ആദ്യ ഫലമാകേണ്ടതിന് അവൻ തന്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. സത്യവചനത്താൽ നമ്മെ ജനിപ്പിച്ചത് കർത്താവിന്റെ ആദ്യജാതനായി മാറുക. ഹല്ലേലൂയ. യഹൂദന്മാരുടെ ചരിത്രത്തിൽ ആദ്യജാതന്മാർക്ക് വളരെ പ്രാധാന്യമുണ്ട്. മറ്റ് സഹോദരങ്ങളിൽ നിന്ന് ഇരട്ടി നന്മയ്ക്ക് യോഗ്യനാണ് ആദ്യജാതൻ. ആദ്യജാതന് പ്രത്യേകതയുണ്ട്. എന്റെ വീട്ടില് എനിക്ക് 6 ചേച്ചിമാരും എനിക്ക് 2 അനുജന്മാരും ഉണ്ട്. 9 പേരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. എന്റെ പപ്പയുടെ വലതുവശത്താണ് എനിക്ക് ചോറ് കഴിക്കാനായിട്ട് സീറ്റ്. പപ്പ ചോറ് കഴിക്കുമ്പോൾ ഒരു ഉരുള എനിക്ക് ഉരുട്ടിത്തരും. മറ്റു സഹോദരങ്ങളെല്ലാം നോക്കി നിൽക്കും, പക്ഷെ എനിക്ക് മാത്രമേ തരുള്ളൂ. എന്തെന്നറിയാമോ? പപ്പയുടെ മൂത്ത മകനാണ് ഞാൻ. അന്ന് അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. പപ്പയുടെ കയ്യിൽ നിന്ന് ഒരു ഉരുളച്ചോറ് വാങ്ങുന്നത് ഒരു അഭിമാനമാണ്. ഈ ലോകത്തിലെ അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് അഭിമാനിക്കുന്ന ദൈവപൈതലേ, സ്വർഗത്തിലെ അപ്പന്റെ കയ്യിൽ നിന്ന് വാങ്ങുവാൻ നമ്മൾ പ്രാഗൽഭ്യമുള്ളവരായിരിക്കണം. ദൈവവചനത്താൽ വീണ്ടും ജനിച്ചത് ഈ ലോകത്തിന്റെ അപ്പം തരുന്നത് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ നശിച്ചു പോകുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ അപ്പൻ തരുന്നത് നശിച്ചു പോകാത്തതാണ്. ദൈവവചനത്താൽ എന്നെയും നിങ്ങളെയും വീണ്ടും ജനിപ്പിച്ചത് അതെ ദൈവത്തിന്റെ ആദ്യജാതന്മാരായി തീരുവാൻ. ആദ്യജാതൻ തല ഉയർത്തി നടക്കണം. നിന്റെ മുഖം വാടിപ്പോകാൻ അനുവദിക്കരുത്. കയ്യിനോട് ദൈവം ചോദിച്ചു, നിന്റെ മുഖം വാടുന്നതെന്താ? നിന്റെ മുഖം വാടുന്നു എങ്കിൽ പാപം വാതിൽക്കൽ കിടക്കുന്നു, നീ അതിനെ കീഴടക്കണം. പാപം നിന്റെ സഹോദരനെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പാപം കോപമായി മാറി, അസൂയയായി മാറി, സ്വന്തം സഹോദരനെ നശിപ്പിച്ചു. ഈ പാപത്തെ കീഴടക്കുവാൻ നിനക്ക് കഴിയണം. വീണ്ടും ജനിച്ച ദൈവവേദനെ, നിന്റെ തൊട്ടടുത്തുള്ള വ്യക്തി നിന്റെ വീടിനേക്കാൾ മനോഹരമായ ഒരു വീട് പണിതാൽ നീ അതിനെ നോക്കി സ്തോത്രം ചെയ്യണം. ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാണ്, ഈ ദേശത്ത് എന്റെ വീടിനേക്കാൾ നല്ല വീടുകൾ ഈ ദേശത്ത് വരണം. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. കൊറ്റമ്പള്ളിയിൽ 40 സെന്റ് ഭൂമി ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഭൂമി വാങ്ങി എല്ലാവരോടും പറഞ്ഞു, എല്ലാവരും നല്ല വീടുകൾ വയ്ക്കണം. ദൈവകൃപയാൽ എല്ലാവരും നല്ല വീടുകൾ വെച്ചു. ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്ത് ആ റോഡ് സൈഡിലെ വീട് വസ്തു വയ്ക്കുന്ന സഹോദരനോട് പറഞ്ഞു, എന്റെ ആഗ്രഹം ഇവിടെ ഒരു 2 നില വീട് വെക്കണമെന്നായിരുന്നു. നിങ്ങൾ 2 നില വീട് വെക്കണമെന്ന് അതുപോലെ അദ്ദേഹം ചെയ്തു. അതുകൊണ്ട് എന്റെ ഒരു നന്മയ്ക്കും കുറവ് വന്നില്ല. ഹൃദയം തുറന്ന് നീ അനുഗ്രഹിച്ചാൽ, ഒരു ഹൈന്ദവനായ മനുഷ്യൻ 10 സെന്റ് ഭൂമി വാങ്ങി അവിടെ വീട് വെച്ചിട്ട് അതിന്റെ പ്രതിഷ്ഠയ്ക്കായി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വിജയണ്ണം പറഞ്ഞില്ലേ നല്ല വീട് വെക്കണമെന്ന്. ആ ഹൃദയം തുറന്ന് സംസാരിച്ചത് കൊണ്ട് ഒരു സാധ്യതയുമില്ലാത്ത സ്ഥാനത്ത് എനിക്ക് മനോഹരമായി വീട് പണിയാൻ കഴിയും. ഇന്ന് പകൽ നമ്മൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവാൻ കഴിയണം. ഹൃദയം തുറന്ന് നമ്മുടെ ഒരു നന്മയും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ അപ്പൻ അനുവദിക്കുന്നില്ല. നമുക്ക് ഈ ലോകത്തിലല്ല, പിന്നെയോ ദൈവവചനത്താൽ വീണ്ടും ജനിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ളത് നശിച്ചു പോകാത്തതാണ്.
നിത്യമായതിന്റെ ഓഹരിക്കാരായിട്ടാണ് കർത്താവ് നമ്മളെ മാറ്റുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-15 വാക്യങ്ങൾ. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ. എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. അവനാൽ ലോകം എനിക്കും ക്രിസ്തുവിനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടിയത്രേ കാര്യം. ലോകത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളല്ല, പിന്നെയോ നീ വീണ്ടും ജനിക്കണം, പുതിയ സൃഷ്ടിയായി തീരണം, വചനത്താൽ ജനിക്കണം. ദൈവവചനം. യേശു ക്രിസ്തു ജനിച്ചത് വചനത്താലാണ്. ലൂക്കോസ് 1:35 ദൂതൻ മറിയോട് പറയുന്നു, അതെ, നീ ഒരു മകനെ പ്രസവിക്കാൻ പോകുന്നു. മറിയോ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. അതെ, ദൂതൻ പറയുന്ന മറുപടി, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അങ്ങനെ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ യേശു വചനം ജഡം ധരിച്ചവനാണ്. യോഹന്നാൻ 1:13 അവൻ രക്തത്തിൽ നിന്നല്ല, പിന്നെയോ പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, മനുഷ്യന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചത്. വചനം ജഡം ധരിച്ചു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. അതാണ് യോഹന്നാന്റെ സാക്ഷ്യം. അപ്പൊ നമ്മൾ അതുപോലെ ജനിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. വചനത്താൽ ജനിക്കുന്ന ഒരു ദൈവ പൈതൽ, ആത്മാവിനാൽ ജനിക്കുന്നവൻ അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടും. യേശു ദൈവപുത്രനാണെന്ന് ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 22-ാമത് വാക്യം ഒന്ന് വായിക്കാം. ലൂക്കോസ് 3:22. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവനെ പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. വചനം ജഡം ധരിച്ച ആത്മാവിനാൽ ജനിച്ച ക്രിസ്തുവിനെ ഈ ലോകം അംഗീകരിച്ചില്ലെങ്കിലും സ്വർഗം അംഗീകരിച്ചു. നീ എന്റെ പുത്രൻ, എന്റെ പ്രിയപുത്രൻ. വചനത്താൽ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതൽ പുത്രനല്ല, എന്റെ അപ്പന്റെ പ്രിയപുത്രൻ. മക്കളുമുണ്ട്, പ്രിയ മക്കളുമുണ്ട്. പ്രിയപുത്രനാണ് നമ്മൾ. എപ്പോഴാ? നീ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 25 മുതൽ 1-2 വാക്യങ്ങൾ വായിക്കാം. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെ നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അവിടെ യെഹെസ്കേൽ പ്രവാചകൻ പറയുകയാണ്, ദൈവം ഒരു ഓപ്പറേഷൻ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. കല്ലായ ഹൃദയത്തെ നീക്കി മാംസളമായ ഹൃദയം വച്ചു പിടിപ്പിച്ച ദൈവത്തിന്റെ ആത്മാവിനെ പകരപ്പെടും എന്ന് കർത്താവ് പറയുന്നു. ആത്മാവിനാൽ ജനിച്ചാൽ, അടുത്ത ഭാഗം കൂടെ, ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. ഹല്ലേലൂയ. പുതിയ ഹൃദയം പ്രാപിച്ച, ദൈവാത്മാവിനെ പ്രാപിച്ചാൽ നിന്റെ പഴയ നടപ്പ് ഉപേക്ഷിക്കണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. ദൈവത്തിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടക്കണം. അവിടെയാണ് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിപ്പാനുള്ളത്. ദൈവസന്നിധി. ഒരു കാളയുടെ നുകത്തിൽ ഒരു കാളയെ കെട്ടിയാൽ ആ കാളവണ്ടിക്കാരൻ പറയുന്നത് പോലെ മുന്നോട്ട് പോയാലേ ലക്ഷ്യസ്ഥാനത്ത് എത്താനായിട്ട് കഴിയും.
എൻ്റെ പിതാവ് ബാല്യത്തിൽ എന്നോട് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ വീട്ടിൽ ഉഴവുമാണ് ഉണ്ടായത്. ഒരിക്കൽ 2 കാളയെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. സാധാരണ വാങ്ങിക്കൊണ്ടുവന്ന് സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കെട്ടാറുണ്ട്. ഒരു ഉഴവ് കഴിയുമ്പോൾ ചിലപ്പോൾ മാട് വിറ്റിട്ട് പിന്നെ അടുത്ത ഉഴവിന് മുമ്പ് പുതിയ മാട് വാങ്ങും. അതാണ് ലാഭം. അല്ലെങ്കിൽ ഒരു 5 മാസം ഇതിന് ആഹാരം നമ്മൾ കൊടുക്കണം. അങ്ങനെ ഒരു പുതിയ 2 കാളയെ വാങ്ങിക്കൊണ്ടുവന്നു തമിഴ്നാട്ടിൽ. വയലിൽ ഉഴാനായിട്ട് കെട്ടി. ആ ഉഴവുകാരൻ കാളയടിക്കുമ്പോൾ 4 ചുവട് മുമ്പിലേക്ക് വയ്ക്കും, 4 ചുവട് പുറകിലേക്കും വയ്ക്കും. അദ്ദേഹത്തിന്റെ ശക്തി മുഴുവൻ ഉപയോഗിച്ചിട്ടും ഈ ഉഴവുകാരന്റെ നല്ല പരിചയമുള്ള ഉഴവുകാരനാണ്. പക്ഷെ അയാളുടെ സകല ശ്രമവും നടത്തിയിട്ട് 5ാമത് ചുവട് കാള വയ്ക്കില്ല. അപ്പൊ ഈ കാള വിറ്റവനെ അന്വേഷിച്ചിട്ട് കാളച്ചെന്ന് അന്വേഷിക്കുമ്പോഴാണ് പറയുന്നത്, തമിഴ്നാട്ടിലെ വയലിലെ വെള്ളം ഇങ്ങനെ എറ്റിയെടുക്കാൻ കാള ഉപയോഗിക്കാറുണ്ട്. അത് പുറകോട്ട് 4 ചുവട് വരുമ്പോൾ ആ വടിയുടെ അറ്റത്തുള്ള പാത്രം വെള്ളത്തിൽ മുങ്ങും. മുമ്പിലേക്ക് 4 ചുവട് വയ്ക്കുമ്പോൾ ഇത് ഉയർന്ന് ആ വെള്ളം എന്ത് ചെയ്യും? വയലിൽ വീഴും. അങ്ങനെ ശീലിച്ച കാളയായത്. പക്ഷെ വയലിൽ ഇറങ്ങിയപ്പോഴും നമ്മളും പല ക്രിസ്ത്യാനികൾ അങ്ങനെയാ. രക്ഷിക്കപ്പെട്ടതാണോ ആ പട്ടിക ഞാനുണ്ട്, വിശ്വാസിയാണോ ആ പട്ടികയിൽ ഞാനുണ്ട്, വിശുദ്ധന്മാരുടെ പട്ടികയിൽ ഞാനുണ്ട്, എല്ലാത്തിലും ഉണ്ട്. പക്ഷെ നിന്റെ പഴയ നടപ്പ് വിടാൻ കഴിഞ്ഞിട്ടില്ല. നിന്നെ കൊണ്ട് ലോകത്തിന് കർത്താവിനും പ്രയോജനമില്ല. ദൈവത്തിന് നിന്നെ പ്രയോജനപ്പെടുത്താൻ കഴിയണമോ? ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. പഴയ നടപ്പ് ഉപേക്ഷിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കണമോ? നീ വചനത്തിൽ ജനിക്കണം. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാമത് വാക്യം വായിക്കുമ്പോൾ യേശുവിന്റെ വാക്കുകൾ, മർക്കോസ് സുവിശേഷം 16:16, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നീ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് കൊണ്ടോ വിശ്വാസി എന്ന് പറഞ്ഞത് കൊണ്ടോ നിനക്ക് ശിക്ഷാവിധി വരികയില്ല. നീ വിശ്വസിക്കാതിരുന്നാൽ ശിക്ഷാവിധിയിലാക്കപ്പെടും. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷവും നീ അവിശ്വാസത്തിൽ പോയാ, കർത്താവിനെ വിട്ടുപോയാ, ദൈവവചനം വിട്ടുപോയാൽ കർത്താവിന് നിന്നെ സഹായിപ്പാനായിട്ട് കഴിയുകയില്ല. നിന്റെ കൂടെ നടക്കുന്ന കർത്താവ് ഏത് പ്രതിസന്ധിയിലും നടത്തുവാൻ ശക്തനാണ്. 91 പറയുന്നു, നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം ദൂതന്മാർ നിന്നെ കൈകളിൽ. കല്ല് തട്ടുമ്പോ ദൂതന്മാർ ഓടി വരികയല്ല വേണ്ടത്, പിന്നെയോ ആ കർത്താവിന്റെ ദൂതന്മാർ നിന്നോടൊപ്പം ഉണ്ടാകും. എങ്കിലും നീ തട്ടി വീഴാതെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. നമ്മൾ കുഞ്ഞുങ്ങളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നത്, ഇങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോകാൻ പറയണം. അതാണ് ഇന്നത്തെ സാഹചര്യം. റോഡിലോട്ട് ഒക്കെ ഇറക്കി വിട്ട അവർക്ക് സ്വർഗം കിട്ടിയ സന്തോഷമാണ്. നമ്മുടെ കൈവിട്ട് ഓടിപ്പോകാനാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം. കൈവിട്ട് ഓടിപ്പോകുന്ന ഒരു കുട്ടി കല്ലിൽ തട്ടി വീണാൽ അപ്പൻ ഓടി അടുത്തെത്തും മുമ്പേ കിട്ടാവുന്നതെല്ലാം എന്ത് ചെയ്യും? കിട്ടിക്കഴിയും. നമ്മുടെ വലങ്കരത്തിനകത്ത് ആ കുഞ്ഞുങ്ങളുടെ കൈകളുണ്ടെങ്കിലോ നമ്മൾ വീഴുന്നാൽ കുഞ്ഞുങ്ങളെ താഴെ. എന്റെ വലങ്കരത്തിൽ പിടിക്കുന്ന ഒരു അപ്പൻ എന്നോടൊപ്പം ഉണ്ടാവണം. ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു ദൈവമേ തന്നെ ആ ഒരു സംരക്ഷണം ഉണ്ടാകും. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-27 വാക്യങ്ങൾ. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി ദൈവസഭയെ ദൈവവചനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ
മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധവും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് തന്നെത്താൻ ദൈവസഭയ്ക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവിന്റെ അവസാന തുള്ളി രക്തം വരെയും എനിക്ക് വേണ്ടി ഒഴുക്കിയത് ഞാൻ ദൈവത്തിന് നിലനിൽക്കാൻ വേണ്ടിയാ, ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. നിക്കോദീമോസ് പറയുന്നു, നീ പള്ളിപ്രമാണി ആയതുകൊണ്ട് കാര്യമായില്ല, നീ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം, നീ വീണ്ടും ജനിക്കണം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-7 വാക്യങ്ങൾ, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പൊ പുനർജനന സ്നാനം ലഭിച്ചവനാണ് പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഉണ്ടാകുന്നത്. ഞാൻ പുനർജനന സ്നാനം കഴിച്ചവനാണോ, ഞാൻ വീണ്ടും ജനിച്ചവനാണോ? പരിശുദ്ധാത്മാവ് നിന്നെ ലോകത്തിന്റെ പാപത്തിലും അഴുക്കിലും വീഴാതെ നിന്നെ ശുദ്ധീകരിക്കുന്നവനാണ്, നിർമ്മലീകരിക്കുന്നവനാണ്. പുനർജന്മ സ്നാനത്താൽ ഒരു വ്യക്തി ക്രിസ്തുവായുള്ള ബന്ധത്തിൽ അത് ഉറപ്പിക്കപ്പെടുകയാണ്. ഒരു പരിശുദ്ധാത്മാവ് നവീകരിച്ചു കൊണ്ടിരിക്കുക. എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത് വാക്യം വായിക്കുമ്പോൾ, എബ്രായ ലേഖനം 10-ാം അധ്യായം 22-ാമത് വചനം, നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. യേശുവിന്റെ അടുക്കലേക്ക് പരമാർത്ഥതയോടെ അടുക്കൽ ചെല്ലണമെങ്കിൽ നാം യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചവരായിരിക്കണം. കർത്താവിന്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു നിമിഷം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഇരിക്കുമ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശോപ്പ, അവിടുത്തെ രക്തം എനിക്ക് വേണ്ടി ഒഴുക്കിയത്, ഓ ഹല്ലേലൂയ, ഓഹോ എന്നെ വീണ്ടെടുത്തത്, ദൈവത്തിന്റെ വചനത്താൽ എന്നെ വീണ്ടെടുത്തത് ദൈവത്തിന്റെ പൈതലായി ജീവിക്കാനാണ്. ക്രിസ്തുവിൽ ആയിത്തീർന്നെങ്കിലേ അതേ പുതിയ സൃഷ്ടിയായി തീരാൻ കഴിയുകയുള്ളൂ. ഞാൻ ക്രിസ്തുവിൽ നിമഗ്നനായി തീരുവാൻ, ക്രിസ്തുവിൽ പൂർണ്ണനായി തീരുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ പഴയ ഹൃദയത്തെ അങ്ങ് പറിച്ചു മാറ്റി ഒരു പുതിയ ഹൃദയം തരണമേ. ദൈവത്തിന്റെ ചട്ടങ്ങൾ നടക്കുവാൻ ഒരു പുതിയ ഹൃദയം എനിക്ക് തരണമേ. എന്റെ പഴയ മനുഷ്യനെ ഞാൻ ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി പുതു മനുഷ്യനായി ജീവിപ്പാൻ, നിത്യത വരെ എത്തുന്ന ഒരു ദൈവ പൈതലായി ജീവിപ്പാൻ, വാട്ടവും കറയും ചുളുക്കവും ഇല്ലാത്ത നിർമ്മല മനസ്സാക്ഷിയോടെ ജീവിക്കുവാൻ കർത്താവിലേക്ക് കൃപ നൽകണം. അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കും. കർത്താവ് ഇന്ന് വചനം കേട്ട ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകാതെ സകലരും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, ലൈവിലൂടെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സകലരും ദൈവരാജ്യത്തിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ സഹായിക്കും. ആരെങ്കിലും ബലഹീനതയോടെ ആയിരിക്കുന്നുവെങ്കിൽ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. വാട്ടവും കറയും ചുളുക്കവും വചനമെന്ന അതേ ഇരുവായ്ത്തല വാളുകൊണ്ട് വെട്ടിമാറ്റി ശുദ്ധീകരിക്കപ്പെടട്ടെ. ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണം.
യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കരം ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ മേശയ്ക്കായി നമ്മെ തന്നെ ഒരുക്കം.